ബർബോറയെ കാണാൻ വേണ്ടി ബർബോറയുടെ നാട്ടില് ഈ പാതിരാത്രി വില്ലേജിൽ വന്നിരിക്കുകയാണ്. ഹലോ ഫ്രണ്ട്സ്, ഇസിക്കിനമാന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം. സോറി, വീഡിയോ എടുക്കാലോ ഇവിടെ. അപ്പൊ ഞാൻ രാവിലെ എണീറ്റു. കഴിഞ്ഞ ദിവസം എവിടെയാണ് കിടന്നത്? ബെർലിനിലാണ് കേട്ടോ. ബെർലിനിൽ നിന്ന് ഒരു 100 കിലോമീറ്റർ ഉണ്ട്. എന്നെ ഹോസ്റ്റ് ചെയ്യുന്ന വ്യക്തി. ഹായ് ബ്രോ, നമസ്കാരം. പേര് പറഞ്ഞോ, പെട്ടെന്ന് പറഞ്ഞോ, അല്ലെങ്കിൽ നമ്മൾ ലേറ്റാണ്. നമ്മൾ ഒരു അൺലിമിറ്റഡ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ബെർലിനിൽ പോവാണ്. 100 കിലോമീറ്റർ. ടൈമിനുള്ളിൽ എത്തിയില്ലെങ്കിൽ അത് മിസ്സാവും. ബ്രോ പറയൂ, പേര് പറ. എനിക്ക് അറിഞ്ഞൂടാത്തോണ്ടല്ല, പേര് പറയൂ. പേര് ആമിന. അപ്പൊ ഇവരുടെ കൂടെ എല്ലാവരുടെയും കൂടെയും ഞാൻ കഴിഞ്ഞ ദിവസം തുടങ്ങിയ യാത്രയാണ്. ഇന്ന് ഒരു ഉച്ചയ്ക്ക് ശേഷം അവസാനിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ബെർലിനിൽ പോയിട്ട് കുറച്ച് നേരേ കാണുള്ളൂ കേട്ടോ. ബെർലിനിൽ പോയിട്ട് ഞാൻ പെട്ടെന്നൊന്ന് പല്ലേക്ക് ഇട്ടോ. രാവിലെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങി. കഴിഞ്ഞ ദിവസം ഞാൻ ഒന്ന് വാഷ്റൂമിൽ കയറിയിട്ട് ഷേവ് ചെയ്യാനായിട്ട് നോക്കുമ്പോൾ, ഒന്ന് ട്രിം ചെയ്യാൻ നോക്കുമ്പോൾ അറിയാതെ ഫുൾ ഫസ്റ്റിലോ 0-ലോ ഇട്ട് ഒറ്റ പിടി. അപ്പോൾ പിന്നെ ഫുള്ള് പോയി, പിന്നെ എല്ലാം മാറ്റേണ്ടി വന്നു. ഇവിടെ കണ്ടില്ലേ സൈക്കിളുകൾ കണ്ടില്ലേ? സൈക്കിള് മെയിനായിട്ട് നമ്മൾ കൂടുതൽ പോകുമ്പോൾ കാണുന്നത് ബെർലിനാണ് കേട്ടോ. ബെർലിനിൽ ധാരാളം ആളുകൾ സൈക്കിൾ ഉപയോഗിക്കാറുണ്ട്. യൂറോപ്പിലെ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ബൈക്ക് സിറ്റി എന്ന് പറയുന്നത് നമ്മുടെ കോപ്പൻഹാഗനാണ്, നമ്മുടെ ഡെൻമാർക്കാണ്. എന്നിരുന്നാലും ജർമ്മനിയിലും ഓസ്ട്രേലിയയിലൊക്കെ ഞാൻ പല വീഡിയോസ് കാണിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, അവിടെയും സൈക്കിൾ യൂസ് കൂടുതലാണ്. നമ്മളങ്ങനെ നമ്മുടെ ബെർലിനിലോട്ടുള്ള യാത്ര തുടങ്ങിയിട്ടുണ്ട്. ആ കാണുന്നത് നമ്മുടെ ട്രെയിനാണ് കേട്ടോ. ഒരു മനോഹരമായിട്ടുള്ള ഒരു ട്രെയിനാണ്. എനിക്കൊന്ന് ബെർലിനിലോട്ട് പോകുന്ന ട്രെയിനാണെന്ന് തോന്നുന്നു. ഇവിടുത്തെ ജർമ്മൻ ട്രെയിൻ എന്ന് പറയുന്നത് ലേറ്റിന് പേര് കേട്ട വൺ ഓഫ് ദ യൂറോപ്പിലെ ഭയങ്കര പേര് കേട്ട ഒരു വേസ്റ്റ് ട്രെയിനാണ് കേട്ടോ. DB. നമ്മളിപ്പോൾ യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത് ബെർലിനാണ്. ബെർലിൻ എന്ന് പറയുമ്പോൾ ബെർലിൻ എത്താറായില്ല കേട്ടോ. ബെർലിൻ ഓൾമോസ്റ്റ് എത്തി. 10-22 മിനിറ്റിനുള്ളിൽ നമ്മൾ ബെർലിനിലെത്തും. എണീറ്റോ? ഹായ്. അപ്പോൾ ബെർലിനെ കുറിച്ച് പറയാനാണെങ്കിൽ തലസ്ഥാന നഗരമാണ്. യൂറോപ്പിലെ തന്നെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് സിറ്റിയാണ്. അല്ലെങ്കിൽ ബിഗ്ഗസ്റ്റ് സിറ്റിന്ന് അപ്പുറം പറയാനായിട്ട് ബെർലിൻ എന്ന് പറയുന്നത് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സിറ്റിയാണ് കേട്ടോ. ഇന്റലക്ച്വൽ ആയിട്ടുള്ള ആളുകൾക്കും അല്ലെങ്കിൽ പൊളിറ്റിക്കലി അഗ്രസീവ് ആയിട്ടുള്ള ആളുകൾക്കും, അല്ലെങ്കിൽ എന്താ പറയുക, ഇപ്പോൾ ജർമ്മനി എന്ന് പറയുന്ന രാജ്യം തന്നെ ഭയങ്കര ഒരു റൈറ്റ് വിങ് നിറഞ്ഞ ഒരു രാജ്യമാണ്. ബട്ട് റൈറ്റ് വിങ് നിറഞ്ഞ ഈ ഒരു രാജ്യത്തിൽ കൂടുതൽ ലെഫ്റ്റ് വിങ്ങും ആ ഒരു പൊളിറ്റിക്കലി അഗ്രസീവ് ആയിട്ടുള്ള ഐഡിയോളജി, ഒരു ഫാസിസ്റ്റിനെതിരേക്കുള്ള ഒരു ഐഡിയോളജി, അങ്ങനെയുള്ള ആളുകൾ ജീവിക്കുന്ന ഒരു ഇടമാണ് ബെർലിൻ. അതിന് പ്രധാന കാരണം യങ് പോപ്പുലേഷൻ, കൂടുതൽ പ്രോഗ്രസീവ് മൈൻഡ് സെറ്റ് ഉള്ള പോപ്പുലേഷൻ, പിന്നെ ഇവിടെ തന്നെ LGBT കമ്മ്യൂണിറ്റി, ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന അങ്ങനത്തെ പ്രോഗ്രസീവ് ആയിട്ടുള്ള കാഴ്ചപ്പാടുകളൊക്കെ ഉള്ള ഒരു സമൂഹമൊക്കെയാണ് ഇവിടെ. പിന്നെ ബെർലിൻ ഹാംബർഗിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി ഇൻഎക്സ്പെൻസീവ് ആണെന്ന് തോന്നുന്നു. അത് ബെർലിനിലുള്ള ആളുകൾക്കായിരിക്കും കൂടുതൽ അറിയാമെന്നുള്ളത്. ബട്ട് കുറച്ച് ആളുകളായിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പം ധാരാളം മൈഗ്രേഷൻസ് വരുന്നുണ്ട്. മാത്രമല്ല യൂറോപ്പിലെ വൺ ഓഫ് ദ കൂടുതൽ മൈഗ്രൻസ്, എസ്പെഷ്യലി തുർക്കിഷുകാർ അല്ലെങ്കിൽ സിറിയൻസ്, പിന്നെ ജർമ്മനിയിലെ മറ്റൊരു യൂറോപ്യൻ മൈഗ്രൻസ് എന്ന് പറയുമ്പോൾ പോളിഷുകാരാണ് കേട്ടോ. പോളിഷുകാർ, പിന്നെ യുക്രൈനിയൻസ്, യുദ്ധത്തിന് ശേഷം ധാരാളം യുക്രൈനിയൻസ് വരാറുണ്ട്. പിന്നെ ഇന്ത്യക്കാരും ധാരാളം നമുക്ക് ബെർലിനിൽ കാണാൻ സാധിക്കും. പിന്നെ ബെർലിനിലെ ട്രാൻസ്പോർട്ട് സിസ്റ്റം ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. ട്രാൻസ്പോർട്ട് സിസ്റ്റം ഭയങ്കര അടിപൊളിയായിട്ട് വലിയ ഒരു നെറ്റ്വർക്കൊക്കെയാണ്. ഇതൊക്കെയാണ് ബെർലിനെ കുറിച്ച് ചെറുതായിട്ട് പറയാൻ. പിന്നെ നമ്മുടെ ഹിസ്റ്റോറിക്കലായിട്ട് വെച്ചിട്ട് നോക്കിയാലും ലോകമഹായുദ്ധത്തിന്റെ ഒരു സെന്റർ ബെർലിനായിരുന്നു. ബെർലിൻ പോളണ്ടിന്റെ ഒക്കെ അടുത്താണ്. ബെർലിനും പോളണ്ട് ബോർഡറിലൊന്നും വലിയ ദൂരമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള വലിയ സിഗ്നിഫിക്കൻറ്റ് സംഭവങ്ങളൊക്കെ അവിടെ നടന്നിട്ടുണ്ട്. നമ്മുടെ ബെർലിൻ വാൾ എന്ന് പറയുന്ന, രണ്ടായിട്ട് ബെർലിനെ തിരിച്ചു ഏകദേശം 10-22 വർഷങ്ങളോളം എന്തോ ആ ബെർലിൻ വാൾ അവിടെ ഉണ്ടായിരുന്നു. പിന്നീട് അത് പോയിട്ട് 1990 കാലഘട്ടങ്ങളൊക്കെ കഴിഞ്ഞിട്ടെന്തോ ആണ് പിന്നെ ജർമ്മനി യൂണിഫിക്കേഷൻ ആയപ്പം ബെർലിൻ അത് വന്നിട്ട് ബെർലിൻ അതിൻ്റെ ക്യാപിറ്റലായിട്ട് തലസ്ഥാനമായിട്ട് മാറി. നമ്മളങ്ങനെ ബെർലിൻ്റെ ഔട്ട്സ്കേർട്ടിൽ വന്നു. ബെർലിൻ സിറ്റിയുടെ ഔട്ട്സ്കേർട്ടിലാണ് കേട്ടോ. ഇവിടെ ഭക്ഷണം കഴിക്കാനായിട്ട് വന്നതാണ് ഏതോ ഒരു റെസ്റ്റോറൻറ്റിൽ. നമ്മുടെ അൺലിമിറ്റഡ് ബഫറ്റ് അതൊക്കെ തീർന്നു എന്ന് തോന്നുന്നു. നല്ല വിശപ്പ്. നമ്മുടെ ബഫറ്റ് തീർന്നിട്ടില്ല. ഇവിടെ വന്നപ്പോൾ ഞാൻ ശ്രദ്ധിച്ചതേ, ഇവിടെ ഇവർ ഏതൊരു വിദേശിയുടെ വ്ളോഗാണ് കേട്ടോ. നമ്മുടെ കേരളത്തിൻ്റെ ട്രാവൽ വ്ളോഗാണ് ഇതിലിട്ടയക്കുന്നത്. കുറച്ച് നമ്മുടെ സൗത്ത് ഇന്ത്യൻ മീൽ അല്ലേ ബ്രോ? വെജ് കുറുമ, ചന മസാല, ഒരു പ്ലസ് ഒരു നോർത്ത് ഇന്ത്യൻ സൈഡ് പൊങ്കലുണ്ട്, പിന്നെ വട. ഇത് എല്ലാം ഓൾമോസ്റ്റ് കഴിഞ്ഞ കേട്ടോ. നമ്മൾ വന്നപ്പോൾ ലേറ്റായി. ഇഡ്ഡലി ഫില്ല് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണല്ലേ നിങ്ങൾ എന്നെ വിളിച്ചോണ്ടോ? അതുകൊണ്ട് ഫില്ല് ചെയ്ത് തരാമെന്ന് പറഞ്ഞു കേട്ടോ. ഞാൻ വന്നതിനെ കിട്ടാം. നമ്മൾ ലഞ്ചിൻ്റെ സമയത്താണ് കഴിക്കാൻ വേണ്ടി വന്ന ചോറ്
സോറി തെറ്റി സോറി എന്തൊക്കെയും മാറിപ്പോയി. ദോശ, മുട്ടക്കറി, പൊങ്കൽ, മധുരം, വട, പിന്നെ നമ്മുടെ ചട്നി, കുറച്ച് സാധനങ്ങളുണ്ട്. പിന്നെ ഇവരുണ്ട് കേട്ടോ. ഇവർ ഭയങ്കര വ്ളോഗേഴ്സാണ് കേട്ടോ. ഇവർ കപ്പിൾ വ്ളോഗേഴ്സാണ്. വ്ളോഗിൻ്റെ പേരെന്താ നിങ്ങളുടെ? ബീയിങ് ഇൻ ജർമ്മനി. അതിൻ്റെ കറക്റ്റ് മലയാളം പറയുമ്പോൾ ജർമ്മനിയിൽ ഇരിക്കുമ്പോൾ, ജർമ്മനിയിൽ അതെ, ബീയിങ് ഇൻ ജർമ്മനി. ഓക്കെ, അപ്പോൾ അവരെ അറിയണമെങ്കിൽ നിങ്ങൾ ബീയിങ് ഇൻ ജർമ്മനിയിൽ കയറി നോക്കാതെ കേട്ടോ. അങ്ങനെ നമ്മുടെ സിറാജ് ബ്രോയുടെ പ്രിയ പത്നിയുടെ പേര് മറന്നുപോയി, അമീറയും പോവാണ് കേട്ടോ. ബൈ. അങ്ങനെ അവര് പെട്ടെന്ന് പോയപ്പോ ഒരു വിഷമം കേട്ടോ. പെട്ടെന്ന് നമ്മൾ ഇത്രയും പേര് 4 പേര് ഒരുമിച്ചുണ്ടായിരുന്നു. പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, വെയില്. ഈ കാണുന്നതാണ് നമ്മുടെ അടുത്ത് ബാനോഫ്. നമ്മുടെ പ്രധാനപ്പെട്ട ടെർമിനലാണ് കേട്ടോ. ബെർലിൻ്റെ പ്രധാനപ്പെട്ട ട്രെയിൻ ടെർമിനലാണ് ഈ കാണുന്നത്, ബാനോഫ്. ആംബുലൻസ് ബ്രോ, താങ്ക് യു ഫോർ എവറിത്തിങ്. താങ്ക് യു കേട്ടോ. ഓക്കെ, സന്തോഷം. കാണാം. നമുക്കൊരു പ്ലാൻ ചെയ്യണം. അങ്ങനെ നമ്മുടെ കപ്പിൾസ് പോയി വേറൊരാൾ വന്നു. നമ്മുടെ ഡ്രൈവർ മാറി. ബ്രോ പേരെന്താ? സോറി, ഡ്രൈവർ എന്ന് വിളിച്ചല്ലേ, വണ്ടി ഓടിക്കുന്ന ആള് ഉദ്ദേശിച്ചത്. അതെ, ബെർലിനിൽ നിന്നുള്ള ഡ്രൈവറാണ്. അതിന് തന്നെ ഞാനൊരു നമ്മുടെ വിൻമിൽസ് കാണിക്കട്ടെ. ഇവിടെ ധാരാളം വിൻമിൽസ് ഉണ്ട്. ഇതിനിടയിൽ നമ്മൾ ആക്ച്വലി പാസ്പോർട്ട് മറന്നുപോയി. അതായത് പാസ്പോർട്ട് എന്ന് പറയുന്നത് ഇവർക്ക് ഇവിടുത്തെ ഇതുണ്ടല്ലോ, റെസിഡൻസ് പെർമിറ്റ് ഒരിക്കലും വാലിഡ് ആയിട്ടുള്ള ട്രാവൽ ഡോക്യുമെന്റ് ആയിട്ട് കണക്കാക്കാറില്ല. പിന്നെ യൂറോപ്പിൽ ഷെങ്കൻ കൺട്രീസിന്റെ ഉള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുമ്പോൾ അധികം ബോർഡർ ചെക്കിംഗ് ഒന്നുമില്ല. വല്ലപ്പോഴും ചിലപ്പോൾ വന്നാലായി, അത് വളരെ വിരളമാണ്. അപ്പൊ എന്നിരുന്നാലും ബോർഡറിൽ പോകുമ്പോൾ ചിലപ്പോൾ ഇങ്ങോട്ട് കയറുമ്പോഴോ ഇറങ്ങുമ്പോഴോ ചിലപ്പോൾ അഥവാ സ്റ്റോപ്പ് ചെയ്താൽ ചില ഓഫീസേഴ്സിന്റെ മൂഡ് അനുസരിച്ചിട്ട് ചില സ്ഥലങ്ങളിൽ അവർ ഫോണിൽ കാണിച്ചാലും ചിലപ്പം വിടും. അല്ലെങ്കിലും വാലിഡ് ആയിട്ട് ലീഗലായിട്ട് റെസിഡൻസ് പെർമിറ്റ് മാത്രം കാണിച്ചാൽ ചിലപ്പോൾ ഫൈൻ അടയ്ക്കേണ്ട, ചിലപ്പോൾ കുറച്ച് ഡിലേ ഒക്കെ വരാം. പിന്നെ ചിലപ്പോൾ കയറ്റാതിരിക്കുന്നതൊക്കെ വളരെ കുറവാണ് കേട്ടോ, അവർക്ക് മനസ്സിലാവും. അപ്പോൾ പാസ്പോർട്ട് എന്നാലും എപ്പോഴും കയ്യിൽ കരുതിയിരിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് നമ്മൾ തിരിച്ച് വീട്ടിൽ പോയി പാസ്പോർട്ട് എടുത്തിട്ട് ഇനി നേരെ ചെക്കിലോട്ട് പോവാണ്. ചെക്കിൽ പോയിട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ അവിടെ ഇവർ കൊണ്ടായി തരും. ഞാൻ ഉച്ചയ്ക്ക് അവിടെ ലഞ്ച് കഴിക്കാനുള്ള ഒരു പ്ലാനായിരുന്നു. അവരിനി ലഞ്ചൊക്കെ കഴിച്ചു. ഇനിയിപ്പോൾ നമുക്ക് ഡിന്നർ കഴിച്ചിട്ടേ ഞാൻ അവിടെ എത്തുള്ളൂ കേട്ടോ. ബ്രോ താങ്ക് യു. ഇവിടെ എന്ത് ചെയ്യുക? ഞാൻ ഇവിടെ ഒരു ബാങ്കിൽ വർക്ക് ചെയ്യാം. ബാങ്കിൽ എത്ര വർഷമായി ഇവിടെ? 4 വർഷം. ജർമ്മൻ പഠിച്ചോ? ജർമ്മൻ പഠിച്ചു. ആലിസ് ഗുഡ്. വായിക്കാൻ അറിയില്ലെങ്കിലും എഴുതാൻ അറിയാം അല്ലേ? എഴുതാനും അറിയില്ല. ഞാൻ പെട്ടെന്ന് ജർമ്മൻ ഞാൻ ബാക്കി ചോദിക്കുവാണ് കേട്ടോ. ഞാൻ എവിടെ പോകുന്നു എന്ന് ചോദിച്ചപ്പോ എന്റെ മനസ്സിൽ വായിൽ വരുന്നത് അതൊന്തേ വാസം എന്നാണ്. സ്പാനിഷ് കേട്ടോ. സ്പാനിഷ് കുറെ നാൾ ഇരുന്നിട്ട് ബാക്കി ലാംഗ്വേജ് എല്ലാം പറഞ്ഞു കേട്ടോ. ബുബിസ്തു അത് തെറ്റാ, അങ്ങനല്ല. ബുബിസ്തു വേറെ അറിയോ? അല്ല, ബുബി ഹിസ്തു അല്ലേ? അല്ല, അത് when are you coming? When are you going? ബുബി ഹിസ്തു. ബുബി ഹിസ്തു. When are you? Sorry, where are you going? Where are you going? എന്താണ് പറയുന്നത് സ്പാനിഷ്? ഓഹേ ഗെസ്തു ആണല്ലോ. Where are you going? Wo bist du? Where are you? Where are you? Wo bist du? Where are you? Wo bist du? ഞാൻ മറന്നില്ല. എനിക്കെല്ലാം മറന്നത് കേട്ടോ. അയ്യോ, എന്റെ അൽമാനി, എന്റെ ജർമ്മൻ എല്ലാം മറന്നുപോയി. എനിക്ക് ഡോക്യുമെന്റ് എടുക്കാൻ വേണ്ടി വീണ്ടും വന്നു. ഇവിടെ കാറിൽ ഇരുന്ന് AC അല്ലേ, ഇവിടെ ആവി കേട്ടോ. ആവി എന്ന് പറഞ്ഞാൽ എന്ത് ചൂട്. ആദ്യമായിട്ടാ നിങ്ങൾ ലൈഫിൽ ആദ്യമായിട്ടല്ലേ ഇങ്ങനെ? ജർമ്മനിയിൽ ഫസ്റ്റ് ടൈം ആണല്ലേ ഇത്ര ഹീറ്റ് വേവ്? UK എല്ലായിടത്തും ഹീറ്റ് വേവ് ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച്. ജർമ്മനിയിൽ പല രാജ്യങ്ങളിലും ഫുള്ള് ചൂട്. ഇവിടെ ഇതിൻ്റെ ഇടയിൽ ഭക്ഷണം കഴിക്കാനായിട്ട് നിർത്തിയാണ്. ഇവിടുത്തെ ക്യൂ നോക്കിക്കേ, ആള് ചൂടുകൊണ്ട് ഫാനൊക്കെ വെച്ചിട്ടാണ് കേട്ടോ നടക്കുന്നത്. അത്രയ്ക്ക് ചൂട് ഇവിടെ. സത്യത്തിൽ പുറത്ത് നമ്മൾ കാറിലല്ലേ ഇത്ര നേരം ഇരിക്കുന്നത്, കാറിൻ്റെ പുറത്തിറങ്ങിയ ഹീറ്റ് വേവ്. ആളുകളെല്ലാം റോഡിൻ്റെ അവിടെയൊക്കെ പുഴയുടെ അടുത്തൊക്കെ ഫുള്ള്
ട്രാഫിക്കും ബഹളവും കാരണം ഫുൾ ആൾക്കാർ വീട്ടിലിരിക്കുന്നില്ല. ഇവിടുത്തെ വീടുകളിൽ AC ഇല്ലല്ലോ. AC ചില വീടുകളിലല്ലേ ഉള്ളൂ. ഇപ്പം വീട്ടിലിരുന്നാൽ ചൂട്. അതുകൊണ്ട് ഇവർ കാറിൽ AC ഇട്ടിട്ട് കാറിൽ തന്നെ ട്രാവൽ ചെയ്ത് നടക്കുക കേട്ടോ. നമ്മൾ നമ്മുടെ ഓട്ടോബാനിൽ നിന്ന് ചെറിയ ചെറിയ റോഡുകൾ കയറിയിട്ട് പോവാണ്. കാരണം ഹൈവേ ഫുള്ള് തിരക്ക് കേട്ടോ. എനിക്ക് തോന്നുന്നു നമ്മുടെ ബ്രോ പറഞ്ഞ അനുസരിച്ച് ചൂടായതുകൊണ്ട് റോഡിൻ്റെ കൊള്ളാലോ. പഴയൊരു ചർച്ച്, പഴയ ബിൽഡിംഗ് ആണ് കേട്ടോ. അപ്പം റോഡിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടായിരിക്കണം റോഡ് ഫുള്ള് ബ്ലോക്ക്. നമ്മളെ റീറൂട്ട് ചെയ്ത് ഗൂഗിൾ മാപ്പ് ഏതൊക്കെയോ വഴിയിലൂടെ കൊണ്ടുപോകാം കേട്ടോ. ഏതൊക്കെയോ ടൗണിനകത്തൂടെയൊക്കെ കയറ്റി കൊണ്ടുപോകാം. നമ്മളിവിടെ മെക്ഡി സാധനം വാങ്ങാൻ വേണ്ടി വന്നതാണ്. ഒരു ജർമ്മൻകാരി കേട്ടോ. പുള്ളിക്കാരി അവോയ്ഡ് ചെയ്യുന്നു കേട്ടോ. നമ്മളൊരു ഭയങ്കര ഒരു പുള്ളിക്കാരിയുടെ എനിക്കറിയണ്ടോ മുമ്പത്തുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണമെന്നോ നമ്മൾ അവോയ്ഡ്. ഇവർ ബില്ല് പോലും തരുന്നില്ല കേട്ടോ. അടുത്ത എൻ്റെ ആണ് ചോദിച്ചപ്പോൾ ബില്ല് തരുന്നു അല്ലേ. ഇവരെന്താ ബില്ല് വരും തരാത്തെ? വേണമെങ്കിൽ വാങ്ങിച്ചോ എന്നുള്ളൊരു സെറ്റപ്പാണ് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ നമ്മൾ ചെക്ക് റിപ്പബ്ലിക് എന്ന് പറയുന്ന മറ്റൊരു രാജ്യത്തിലോട്ട് എൻ്റർ ചെയ്തു. ചെക്ക് റിപ്പബ്ലിക്കിൽ ഓൾറെഡി വന്നിട്ടുണ്ട്. ബട്ട് തലസ്ഥാന നഗരമായിട്ടുള്ള പ്രാഗിലോട്ടൊന്നും ഞാൻ വന്നിട്ടില്ല. പ്രാഗ് യൂറോപ്പിൽ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ സിറ്റി ആയിട്ടാണ് അറിയപ്പെടുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. പിന്നെ മറ്റുള്ള എല്ലാ രാജ്യങ്ങളിലെയും പോലത്തെ ആ ഒരു രീതിയിലുള്ള പ്രൗഡി ആയിട്ടുള്ള ബിൽഡിങ്സ് സംഭവങ്ങളൊക്കെ തന്നെയാണ് അവിടെയും കാണാനായിട്ട് സാധിക്കുന്നത്. ഓസ്ട്രോ ഹംഗേറിയൻ കിങ്ഡംസ് ആ ഒരു ടൈമിലൊക്കെ ഉണ്ടായിരുന്ന ഒരു സിറ്റിയൊക്കെയാണ് കേട്ടോ നമ്മുടെ പ്രാഗ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രാഗിൽ നമ്മൾ ടച്ച് ചെയ്ത് പോവുകയാണ്. ഇനിയും 2 മണിക്കൂർ യാത്ര ഉണ്ട് കേട്ടോ. 10:30-ക്കാണ് ഞാൻ എത്തുന്നത്. 10:30-ക്ക് ഒരു വീട്ടിൽ ചെന്ന് കയറുന്ന ഒരു വിഷമേ ഉള്ളൂ കേട്ടോ. കാരണം രാത്രി വീട്ടിൽ കയറി ചെല്ലണം. അപ്പോൾ ഇവരെന്നെ കൊണ്ടാക്കിയിട്ട് തിരിച്ചു പോവാണ് കേട്ടോ. നിങ്ങളെവിടെയാണ് പോകുന്നത്? വീക്കെൻഡ് ട്രിപ്പിന് പോകുന്നതാണോ? അതെ, അടിച്ചു പൊളിച്ച് ഞാൻ കുറച്ചു നേരം കിടന്ന് ഉറങ്ങായിരുന്നു കേട്ടോ. ബോർഡറൊക്കെ കറങ്ങി ഇപ്പോഴാണ് ഞാൻ എണീറ്റത്. ഇവര് നിർത്തിയിട്ട് ഒരു ഗ്യാസ് സ്റ്റേഷനിലോട്ട് പോയി. അപ്പം വണ്ടി ഓഫായില്ല. അപ്പം ചൂടെടുത്ത് കുറയ്ക്കാനും പിന്നെ എണീറ്റു. അപ്പോൾ യെസ്, അങ്ങനെ നമ്മൾ വണ്ടിയിലൂടെ ഇങ്ങനെ യാത്ര തുടരുകയാണ്. ഞാനെന്താ ശബ്ദം പറയട്ടെ. ഇവിടെ സമയം 10:46 കേട്ടോ. 10:46 എനിക്ക് ഉറക്കം വരുന്നുണ്ട്. നമ്മളേതോ കാട്ടുമുക്കിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. ബർബോരയുടെ വീട് ഏതോ കാട്ടുമുക്കിലാണെന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. അപ്പൊ എന്തായാലും ഞാൻ ഇവരുടെ അടുത്ത് ഹോട്ടൽ എടുത്ത് കൊടുക്കാന്ന് പറഞ്ഞു. ഇവർക്ക് ഹോട്ടലിൽ ചെയ്യേണ്ടെന്ന് കേട്ടോ. ഉറപ്പല്ലേ? ഉറപ്പാണോ? അപ്പൊ ഞാൻ അവിടെ കോഫി ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞു. ചൂടായോണ്ട് ഐസ് കോഫി തന്നെ ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ ബർബോര ഐസ് കോഫി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ബർബോരയുടെ അമ്മയും അച്ഛനൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്കൊരു നെർവസ് ആയിട്ടാണ്. ഞാൻ അവരാദ്യമായിട്ടാണ് കാണുന്നത്. മാത്രമല്ല നമ്മൾ എല്ലാവരും കൂടെ രാത്രി ഈ സമയത്ത് പോകുമ്പോഴേ അറിയാമല്ലോ ഇവിടെ ഉള്ള അവരുടെയൊക്കെ ഒരു കൾച്ചറും ഇതൊക്കെ വെച്ചിട്ട്. അപ്പോൾ എന്തായാലും ഐസ് കോഫി ഇടിക്കുന്നു. അതാണ് നമ്മുടെ ഇനി അടുത്ത ലക്ഷ്യം. നല്ല ടയർഡായിട്ടുള്ള അധികം ടയർഡില്ല, എന്നാലും ഒരു ഭയങ്കര ഒരു നല്ല അടിപൊളി രസം കേട്ടോ. ഇവിടെ നമ്മുടെ ചന്ദ്രനെ കാണാനായിട്ട് ആ കാണുന്നത് ചന്ദ്രന. നമ്മളങ്ങനെ ബർബോരയുടെ വീട്ടിലെത്തി. ഇതാ നിൽക്കുകയാണ് കേട്ടോ. It was amazing. Finally I'm here. Yes. Just Let's go. It's midnight over here. It's midnight. Yes. Okay. Thank you. Hello, I am Barbora. This is Hi guys. Hello. Hi, I'm Tanvir. and we're Hi, I'm Amina. Hi, Rizwan. and it's me. Yes. How about? Should I take my bag? Yes, you can. Take Of my course. bag, right? അടിച്ചു മാറ്റിക്കോ. അയ്യോ പറഞ്ഞു. Bora, you still remember the words? Yes. Tell me, which one? Kudira and Odipoli. Adipoli and Kudira. Yes. Wow. Can I say together Odipoli Kudira? നമ്മളെ വീട്ടിലെത്തി. What is this? Oh my god. You already created something amazing. It's for you and your friends. Too much Wow. for you guys. Okay, tak jako když tak si o ně postarej. Good night. Jo, good night. Okay. See you tomorrow. So you can see. പാവം കേട്ടോ, അച്ഛൻ ഭയങ്കര കാര്യം. അതെ,
പുളിഭാവല്ലേ? So sit and enjoy it So for much. you. Thank you so much. Thank you so much. I never expected, you know. Both of my mother Wow. and father. So വന്നപ്പോ ദാണ്ടെ കാൻഡിൽ ലൈറ്റ് ചിപ്സ് ഇത് ഇത് കുറെ സാധനങ്ങളുണ്ട്. ഐസ് കോഫി. ഗൈസ് ഹാവ് എ സീറ്റ് പ്ലീസ്. я tenho colagem de výborný. വീണ്ടും സാധനങ്ങൾ എടുക്കാൻ വരുവാണ് കേട്ടോ. അമ്മയും Jakože moc nesladím. No sweet. No. എല്ലാം കഴിഞ്ഞു. ഇന്നത്തെ വീഡിയോ വളരെ കുഞ്ഞായിരുന്നു കേട്ടോ. ഞാൻ 2 രാജ്യങ്ങളിലെ പ്രധാനപ്പെട്ട തലസ്ഥാന നഗരങ്ങളായിട്ടുള്ള ബെർലിനും പ്രാഗും കടന്നുപോയി. പക്ഷേ ഈ 2 സ്ഥലവും കാണിച്ചു തന്നില്ല. ഇവിടെ എൻ്റെ അടുത്ത് എൻ്റെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ പറയും, നീ എന്തെങ്കിലും വീഡിയോ ചെയ്ത് ഒരു 10 മിനിറ്റെങ്കിലും വീഡിയോ ഇടും മാഹീനെ എന്ന് പറയുന്നത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇങ്ങനെ അലങ്കോലമാക്കിയിട്ട് ഒരു കണ്ടൻറ്റും ഇല്ലാതെ ഇടുന്നത്. ക്ഷമിക്കണം. അപ്പോൾ ഞാൻ നമ്മുടെ ബർബോറയുടെ റൂമിൽ വന്നു. ബർബോയുടെ റൂം എനിക്ക് വേണ്ടി സെറ്റാക്കിയിട്ടൊക്കെയാണ്. ഇവിടെ ഫാന്, കൂളർ, ഭയങ്കര ചൂട് കേട്ടോ. അതായത് യൂറോപ്പിൽ അക്രോസ് അതിശക്തമായിട്ടുള്ള ചൂട് ആർക്കും സഹിക്കാൻ പറ്റില്ല. എല്ലാവരും ഫാന് വേണ്ടി ഓടുവാണ്. ഫാനൊന്നും ഒരു സ്ഥലത്ത് കിട്ടാനില്ല. ഇവിടെ ആരും ഫാനൊന്നും ഉപയോഗിക്കില്ലല്ലോ. ഇപ്പോൾ ബർബോര എനിക്ക് വേണ്ടി അവളുടെ റൂം തന്നിരിക്കുകയാണ്. എന്നിട്ട് അവൾ താഴെ കിടക്കുവാണ് കേട്ടോ. ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. എന്നിട്ടും പിന്നെ കുഴപ്പമില്ല, ഞാനിവിടെ കിടക്കുകയാണ്. ഇവിടെ കുറേ ചെടി കാര്യങ്ങളൊക്കെ ഉണ്ട്. നാളെ ഞാൻ വീടെല്ലാം കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഒരു ചെക്ക് ലോക്കലായിട്ടുള്ള വീട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു. അടുത്ത വീഡിയോ ആവട്ടെ. എല്ലാവർക്കും ബൈ.